നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ളയാളെ ബ്രൂണയിൽ കണ്ടെത്തിയെന്ന വാർത്തയിൽ ട്വിസ്റ്റ്. സുകുമാരക്കുറുപ്പാണെന്ന് പ്രചരിക്കുന്ന പാസ്പോർട്ടിലെ ഫോട്ടോ വടക്കാഞ്ചേരി കരിമത്ര സ്വദേശിയായ ദാമോദര മേനോനാണെന്ന് ബന്ധുക്കൾ. തൃശൂരിൽ പുലിയിറക്കം നാളെ. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇത്തവണ 9 സംഘങ്ങളാണ് ചുവടുവയ്ക്കുന്നത്. ചക്കാമുക്ക് ദേശത്തിന്റെ പുലിക്കളി ചമയ പ്രദർശനം തുടരുന്നു. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജേഷ് ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ജനകീയ ഐക്യവേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയും മഹാത്മാ അയ്യങ്കാളി ജയന്തിയും ആഘോഷിച്ചു. കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ നടന്ന സമ്മേളനം ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കിഴക്കുംപാട്ടുകര 2568 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. കോർപ്പറേഷൻ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പുതിയ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃപ്പുത്തരി മഹോത്സവം ഞായറാഴ്ച നടക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃപ്പുത്തരി ചടങ്ങുകൾ നടക്കുക. കൊടകര കണ്ടംകുളങ്ങര കേശവനഗർ തെക്കുമുറി സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടികൾ മിമിക്രി താരം ജോബി കൊടകര ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം വില്ല അപ്പാർട്ട്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ നാട്ടിക മേഖലാ കമ്മിറ്റി കുടുംബ സംഗമം നാളെ നടക്കും. സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. ചേറ്റുവ പുഴയിൽ മൃതദേഹം കരക്കടിഞ്ഞു. കടപ്പുറം വട്ടേക്കാട് ചുള്ളിപ്പാടം ഭാഗത്താണ് അഴുകിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കരക്കടിഞ്ഞത്. 1996-97 കാലഘട്ടത്തിലെ വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒത്തുകൂടി. 30 വർഷത്തിന് ശേഷമായിരുന്നു കൂടിച്ചേരൽ. അധ്യാപകരും വിദ്യാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു. 55 നർത്തകിമാർ ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരം കൃഷ്ണായനം ഞായറാഴ്ച പെരിങ്ങാവിൽ അരങ്ങേറും. പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രത്തിൽ വൈകിട്ട് 6:30 നൃത്താവിഷ്കാരം. വനിതാ സാഹിതി സംസ്ഥാന നാടക സംഘത്തിന്റെ നാടകോത്സവം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. 19 നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന നാടകോത്സവം നാടക പ്രവർത്തകൻ ശ്രീജ അറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്യും. SNDP യോഗം ചന്ദ്രാപിന്നി ശ്രീകുമാരമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്തുപറമ്പിൽ പതാക വന്ദനം നടത്തി. SNDP യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. SNDP യോഗം വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ദിൽഷൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനത്തിൽ ദളിത് ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ദളിത് ലീഗ് കൂട്ടായ്മയും നടത്തി. ദളിത് ലീഗ് ജില്ലാ സെക്രട്ടറി രജനി കൃഷ്ണാനന്ദ് ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഇസ്ലാമി ചന്ദ്രാപിന്നി ഘടകം സൗഹൃദ സംഗമം നടത്തി. ഡയലോഗ് സെന്റർ കേരള പ്രതിനിധി ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഇസ്ലാമി മതിലകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ചിറ്റാട്ടുകരയിൽ ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി അന്തിക്കാടൻ വീട്ടിൽ ജേക്കബ് മകൻ 47 വയസ്സുള്ള ജോയ്സനാണ് മരിച്ചത്. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങിൽ അയ്യങ്കാളിയുടെ ജന്മദിനം ആചരിച്ചു. മണലൂർ ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം മാള യൂണിയന്റെ പരിധിയിലുള്ള ശാഖകളിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും കൊടുങ്ങല്ലൂർ യൂണിയന്റെ പൊയ്യ ശാഖയിലും വിവിധ പരിപാടികളോടെ ജയന്തി ആഘോഷിച്ചു.
കാഴ്ചപരിമിതിയുള്ള ലോട്ടറി വിൽപ്പനക്കാരന്റെ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. അന്തിക്കാട് സ്വദേശി TC നടരാജന്റെ 9 ഓണം ബമ്പർ ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പാലുവായ് കാർഗിലിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. യോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തും ഇടിയഞ്ചിറ സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജലോത്സവം ശനിയാഴ്ച നടക്കും. സാംസ്കാരിക സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. കാട്ടകാമ്പൽ NSS കരയോഗത്തിന്റെ ഓണാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് T സത്യൻ അധ്യക്ഷത വഹിച്ചു. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ധനസഹായം കൈമാറി. കിഴക്കേ കുറ്റിച്ചിറ സ്വദേശി കൊളക്കാട്ടി സന്തോഷിന്റെ മകൻ അഭിയാണ് വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം അഭിയുടെ പിതാവിന് തുക കൈമാറി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.